ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇഡ്ലി കുർക്കുറയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ബാക്കി വന്ന ഇഡ്ലി കൊണ്ട് വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനായിട്ടുള്ള അടിപൊളി സ്നാക്ക് റെഡിയാക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇഡ്ലി കുർക്കുറെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 9 ഇഡ്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയാണ് എനിക്ക് ബാക്കി വന്നത്. അപ്പോൾ ഇതെല്ലാം ഇനി കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിനു വേണ്ടിയിട്ടുള്ളൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇഡ്ഡലിക്ക് ഉപ്പുള്ളത് കൊണ്ടാണ് വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഈ ഇഡ്ഡലി പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഡീപ്പ് ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. പക്ഷേ ഇതിപ്പോൾ ഞാൻ കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട. ഇതിപ്പോൾ എനിക്ക് വേറെ കുറച്ച് ഐറ്റംസും കൂടെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര എണ്ണ ഉപയോഗിച്ചത്. ഇനി ഇത് 2 വശവും നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അതുപോലെ ചാറ്റ് മസാല ഇല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഈ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു ചെറിയ പാക്കറ്റ് മേടിക്കുക. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയൊക്കെ ബാക്കി വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. എല്ലാ സൂപ്പർ മാർക്കറ്റിലും തന്നെ ചാറ്റ് മസാലയൊക്കെ അവൈലബിൾ ആണ്. ഇഡ്ലി കുർക്കുറയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഡ്ഡലി കഴിക്കാത്ത കുട്ടികൾ പോലും ഈ ഇഡ്ലി കുർക്കുറെ നല്ലപോലെ കഴിച്ചോളും. ഇപ്പോൾ ഇവിടെയൊക്കെ ഇത് ഫ്രൈ ചെയ്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് അങ്ങോട്ട് കൊടുത്തേക്കുകയാണെങ്കിൽ പ്ലേറ്റ് കാലിയാവണ അറിയില്ല. നല്ലപോലെ ഒരു ചിലവാകുന്ന ഒരു ഇതാണ് ഈ ഇഡ്ലി കുർക്കുറെ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഇഡ്ഡലി എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ഫ്രൈ ചെയ്തെടുത്തപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ചാറ്റ് മസാലയുടെ മിക്സ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇഡ്ലി കുർക്കുറെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ മക്കളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി ടൊമാറ്റോ സോസും കൂട്ടിയാണ് കൊടുത്തത്. അയിമ എങ്ങനെയുണ്ടടാ? ശരിക്കും ടേസ്റ്റ് ഉണ്ടോ? അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.